വെളിപാട് 12:17 ആധാരമാക്കിക്കൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ അന്തിമ പോരാട്ടത്തിന്റെ നാളുകളിൽ ഭൂരിഭാഗം കുറെ ക്രിസ്ത്യാനികൾ മാതാവിനെ ഉപേക്ഷിക്കും. അതേക്കുറിച്ച് നമുക്ക് യഥാർത്ഥ മര്യഭക്തിയിലേക്ക് വരാൻ സഹായിക്കുന്ന ഒരു സെഷനാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. നമുക്ക് പരമ്പരാഗതമായിട്ട് മാതാവിനോടുള്ള ഭക്തിയുള്ളത് ഈ വിജാതിയെ പോലെ കാര്യസാധ്യതയ്ക്കുള്ള ഭക്തിയാണ്. ഇതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതേക്കുറിച്ച് വചനാടിസ്ഥാനമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വെളിപാട് 12:17 ഇങ്ങനെയാണ് നമ്മളോട് പറയുക: അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. അങ്ങനെ പറഞ്ഞോ, അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ സർപ്പം പുറപ്പെട്ടു. മാതാവിനെ ഉപേക്ഷിച്ചവരെ അല്ല സാത്താൻ ആക്രമിക്കുന്നത്. ആരെയാണ് ആക്രമിക്കുന്നത്? മാതാവിനെ ഉപേക്ഷിക്കാണ്ട് മാതാവിനെ ചുന്നി പിടിച്ച് നിൽക്കുന്നവരെയാണ് സാത്താൻ ആക്രമിക്കാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന് സാത്താൻ ഉപയോഗിച്ച 2 ടെക്നിക്കാണ്. 2 ടെക്നിക്ക്. അതിലൊരു ടെക്നിക്കാണ് വെളിപാട് 12:15 പറഞ്ഞിട്ടുള്ളത്. എന്താണ് അത്? സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം തന്റെ വായിൽ നിന്നും നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. ബൈബിളിൽ ജലം കൊണ്ട് ഉദ്ദേശിക്കാൻ മെയിനായിട്ട് വചനമാണ്. വചനം. യെശയ്യാ പറയുന്ന പോലെ 55 ദാഹാർത്തരെ നിങ്ങൾ വന്ന് ജലാശയത്തിലേക്ക് വന്ന് ജലം നിങ്ങൾ കുടിക്കാനാണ്. അത് വചനമാണ് അവിടെ ഉദ്ദേശിക്കുക. അപ്പോ സർപ്പത്തിന്റെ വായിൽ നിന്നും ജലം നദി പോലെ ഒഴുകി എന്ന് പറഞ്ഞ എന്താർത്ഥം? സാത്താന്റെ വായിൽ നിന്ന് വരുന്ന വചനമാണ് നുണവചനം. സാത്താന്റെ വായിൽ നിന്ന് വരുന്നതാണ്. അവന്റെ വായിൽ നിന്ന് സത്യവചനം വരില്ല. അവന്റെ വായിൽ നിന്ന് നുണവചനം വരുള്ളൂ. അപ്പോ അവൻ എന്ത് ചെയ്യുന്ന പറയണേ? അവൻ പരിശുദ്ധ കന്യകയ്ക്കെതിരെ, പരിശുദ്ധ കന്യാമറിയത്തിനെതിരെ അവൻ നുണവചനം, അത് വെറുതെ 1, 2, 3 വാക്കുകളല്ല, നദി പോലെ ഒഴുക്കുന്നവരാണ്. എന്നുവെച്ചാൽ ഒരു നുണയുടെ എന്താ പറയാ, ഒരു ജലധാര ഒഴുക്കുള്ള ഒരു നദി പോലെ അങ്ങോട്ട്, അതായത് മറിയത്തെ അങ്ങോട്ട് ഒഴുക്കിക്കളയാം. എന്ന് വെച്ചാൽ വിശ്വാസികൾ ഉപേക്ഷിക്കാൻ തക്ക വിധം മാതാവിനെതിരായിട്ട് ദൂഷണം പറയാം. അത് മനസ്സിലായി? മറിയത്തെ ഉപേക്ഷിച്ചവരിൽ ഭൂരിഭാഗം പേരും ഇങ്ങനെ ദൂഷണം കേട്ടിട്ടാണ് മറിയത്തിനെ ഉപേക്ഷിച്ചത്. പാവം കത്തോലിക്കര് ബൈബിളോട്ട് വായിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. എന്തെങ്കിലും വന്നവർ പറയും, അവര് അതിന് പിന്നാലെ ഇറങ്ങിപ്പോവും. ഈ കത്തോലിക്കരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ കത്തോലിക്കര് ഇങ്ങനെ ഈ ഇറങ്ങി പോണതും തോട്ടിൽ മുങ്ങണതിന്റെ കാരണം എന്താണെന്നറിയോ? അതാണ് അതിന്റെ പ്രത്യേകത. ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇതാണ്. ഈ പരിശുദ്ധ ത്രിത്വം പരിശുദ്ധ കന്യകാമറിയത്തിന് കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്വമാണ് മക്കളെ ഹൃദയങ്ങളിൽ ഒരുക്കുക, വചനം സ്വീകരിക്കാൻ. അപ്പൊ ഈ കത്തോലിക്കരും ജപമാനം ചൊല്ലി സുകുർബാനം സ്വീകരിച്ച് കുമ്പസാരിച്ചും എന്തൊക്കെ കുറവുകളും പ്രശ്നങ്ങളും ഉണ്ടായാലും അവർ കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ജപമാനം ചൊല്ലുകയും ചെയ്ത് അവരുടെ ഹൃദയങ്ങളും കൂടി ഇങ്ങനെ എപ്പോഴും വചനം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ദാഹമുള്ളവരാണ്. അപ്പൊ അതിനകത്ത് കൊണ്ടുവന്ന് സാധാരണ 2-3 പൊളി വചനം കിട്ടുമ്പോൾ പെട്ടെന്ന് ചാടി കയറി പിടിക്കുന്നത്. മനസ്സിലാണോ? കത്തോലിക്കരെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ജപമാനം ചൊല്ലി കുമ്പസാരിച്ച് കുർബാന കൊണ്ട് ഇങ്ങനെ ഇരിക്കണല്ലോ. അവരോട് വന്നിട്ട് 2 വചനങ്ങൾ പറഞ്ഞു കഴിയുന്നത് പെട്ടെന്ന് അവർ വിഴുവും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഈ സത്യവചനം കിട്ടാൻ വേണ്ടി, യെശയ്യാ പറഞ്ഞതുപോലെ അവസാന നാളുകളിൽ വചനത്തിന്റെ ക്ഷാമമുണ്ടോ? സത്യവചനത്തിന്റെ ക്ഷാമമുണ്ടോ? ഇന്നൊരു കത്തോലിക്കരോട് ചോദിച്ചു നോക്കി, നിങ്ങൾ ചോദിച്ചു, അബോർഷൻ ചെയ്യാമോ? അവനറിയില്ല. വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കാമോ? അവനറിയില്ല. ഫാമിലി പ്ലാനിങ് ചെയ്യുന്നത് തെറ്റാണോ? അവനറിയില്ല. എല്ലാം ആശയക്കുഴപ്പമാണ്. എല്ലാവരും ആശയക്കുഴപ്പം. എന്താണ് ശരി എന്നാണ് കൃത്യമായിട്ട് അറിയില്ല. ഇത് അവന്റെ ഒരു അവസ്ഥയിൽ നിന്നത്. ഒരു കത്തോലിക്കനോട് കൃത്യമായിട്ട് ചോദിച്ചാൽ അവന് കൃത്യമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. അവൻ ആകെ ആലോചിച്ച് വശക്കടോ. അപ്പോ ഈ മാതാവിനെതിരെ ഓരോന്നുള്ള പറയും, ഓരോ വചനങ്ങൾ എടുക്കും.
മത്തായിയുടെ സുവിശേഷം 1-ാം തിരുവചനം. അവൾ അവളുടെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ ഔസപിതാവ് അവളെ അറിഞ്ഞില്ല. അത്ര എഴുതിയിട്ടുള്ളൂ. എഴുതാപ്പുറം വായിക്കുന്നവരെ ശ്രമിച്ചവരെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, അവിടെ എഴുതിയിട്ടുണ്ടോ അതിനുശേഷം ഔസപുണ്യാളൻ ആ മാതാവിന്റെ കൂടെ കടന്നു എഴുതിയിട്ടുണ്ടോ? പിന്നെ എഴുതാപ്പുറം വായിക്കുന്നവരെ നിങ്ങൾ കേൾക്കാൻ പോയി എന്തിനാ? അല്ല, അവിടെ എഴുതിയിട്ടില്ലല്ലോ. അപ്പൊ ഒരു കാര്യം വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എങ്കിൽ ഇല്ലാത്തത് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഇതുപോലെ പലതുണ്ട്. ദാവീദ് അതൊരു ഭാഷ പറയുകയാണെങ്കിൽ ഒരു ഭാഷാ ശൈലിയാണ്. ദാവീദ് ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട് ദാവീദിന്റെ ഒരു ഭാര്യ മക്കള് അവൾക്ക് നിങ്ങൾ എന്തൊന്നും കാണിക്കണേ, സ്ത്രീകളുടെ മുമ്പിൽ നിങ്ങളുടെ മേൽവസ്ത്രം ആളുടെ വീണുപോയി, ആളിങ്ങനെ ആത്മാവിന്റെ ആനന്ദത്താൽ ഡാൻസ് കളിച്ചു കൊടുക്കും. അവള് ഒരു കൊട്ടാരത്തിൽ ഇരുന്ന് കണ്ടു വന്നപ്പോൾ നിങ്ങൾ എന്തൊന്നും വീട്ടിത്തിരക്കി കാണിച്ചു കൊടുക്കണം. അപ്പൊ ദാവീദ് പറഞ്ഞു, ഞാൻ എന്റെ കർത്താവിന്റെ മുമ്പിലാണ് ഞാൻ നൃത്തം ചവിട്ടിയത്. അത് കഴിഞ്ഞ് എഴുതിയിരിക്കുകയാണ്, അവൾ വന്ധ്യയായിരുന്നു, മരണം വരെ അവൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? മരിച്ചതിന് ശേഷം അവൾക്ക് കുട്ടികളുണ്ടായിരുന്നോ? മരണം വരെ അവൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അതിനുശേഷം മരിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന അവിടെ ഉണ്ടോ? എന്താ അവൾ പ്രസംഗിക്കാത്ത? ഇങ്ങനെ ബൈബിളിൽ കുറെ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, അവിടെ വരെ ഇവിടം വരെ എന്ന് പറയുന്നത്. അതല്ല അതിന്റെ നമ്മളെന്ത് ചെയ്യും? നീളം കേട്ട് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ശാരീരികമായി ബന്ധപ്പെടാതെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് നിങ്ങളുടെ കാഴ്ചപ്പാട്. ഒരു വിശുദ്ധ ജീവിതത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഈശോ പറഞ്ഞതെന്നറിയോ? ഞാൻ ദൈവവചനത്തിൽ ഒരു അശുദ്ധിയും ഒരു കാപട്യവും ഒളിച്ചു വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്, നിങ്ങൾക്ക് പരിശുദ്ധമായ ഒരു ജീവിതം, പരിശുദ്ധ അമ്മയുടെ ഒരു ജീവിതത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റണ്ടെന്ന്. എന്താ ചിന്തിക്കാൻ പറ്റത്തെ? നമ്മൾ ദൈവം അങ്ങനെ സൃഷ്ടിച്ചതല്ലേ. അപ്പോ ആ അവസ്ഥയിലേക്ക് ദൈവം തിരിച്ചു കൊണ്ടുവരാണ് നമ്മളെ. നമ്മളെ ആ നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടല്ലോ, അമർത്യത, നിത്യജീവൻ, പരിശുദ്ധി നഷ്ടപ്പെട്ട മനുഷ്യന്റെ പരിശുദ്ധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാണ്. അതിന് സ്വപ്നെങ്കിലും കണ്ടൂടെ? ദൈവം അതിനുവേണ്ടി തന്നെ പുത്രനെ ബലിയർപ്പിച്ചതും തന്നെ ശരീര രക്തവും സഭയും ഉദാശകളെല്ലാം നമുക്ക് തന്നത്. അപ്പൊ നമ്മളെ തിരിച്ചതിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അതിനെയും സ്വപ്നം കാണുകയും സങ്കല്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്തോട്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധ അമ്മ പുരുഷ സമ്പർക്കമില്ലാതെ ഔസേപ്പുണ്യാളായിട്ട് കിടക്കാതെ ആണ് യേശുവിനെ ജനിപ്പിച്ചെന്നുള്ളത് വിശ്വസിക്കുന്നവർ മാത്രം കൈവയ്ക്ക്. വെറുതെ കൈവക്കുള്ളതാണ്. അപ്പോ ഈ അവസ്ഥയിലേക്ക് മനുഷ്യകുലത്തെ ദൈവം തിരിച്ചു കൊണ്ടുവരികയാണ്. 8 നോമ്പ് എന്തിനാ? ആദിഭാവമില്ലാതെ ഞാൻ പറയുന്നേ, നീ മകന് ജന്മം കൊടുത്തതുപോലെ ഞങ്ങൾക്കും മക്കൾക്ക് ജന്മം കൊടുക്കാൻ കൃപ തരണമേ എന്ന് പറഞ്ഞാണ് ഈ 8 നോമ്പ് ആചരണത്തിന്റെ ആദിമസഭയിലുള്ള ഭക്തി. ഇന്നത്തെ ആർക്കും അറിയില്ല. എന്തിനാണ് ബർത്ത്ഡേ ആഘോഷിക്കാൻ? പായസം തിന്നാൻ. 8 ദിവസം ഇന്ന് ഈ പൊത്ത് പോലത് 8 ദിവസം തിന്നാണ്ടിരുന്നിട്ട് ഇത് 8ാം ദിവസം ഒരുമിച്ച് തിന്നാലോ? എന്തിനാ 8 നോമ്പ് ആചരിക്കണേ എന്ന് ചോദിച്ചാൽ മറുപടി എന്താ മറുപടി? ബർത്ത്ഡേ ആഘോഷിച്ച് അന്ന് എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ? മൂക്കറ്റം വരെ കിട്ടാവുന്ന കൊണ്ട് തിന്നാൻ വേണ്ടിയിട്ട്. 8 ദിവസം 2 ദിവസം തിന്നാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. 50 ദിവസം കഴിഞ്ഞപ്പോ കണ്ടില്ലേ? പരിഹാര പ്രദർശനം കഴിഞ്ഞോടുകൂടി ആൾക്കാരുടെ അവസ്ഥ ഞാൻ കണ്ടതാ. 50 ദിവസം ഒരുമിച്ച് എല്ലാം തീർത്തു. യേശുവേ നന്ദി. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഒറ്റ കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ, മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. എന്തുകൊണ്ടാണ് മത്തായി അങ്ങനെ എഴുതിയിരിക്കുന്നത്? കടിഞ്ഞൂൽ പുത്രനെ പ്രസവിക്കുന്നവരെ അവൻ അവളെ അറിഞ്ഞില്ല, അവൻ പുത്രനെ യേശു എന്ന് പേരിട്ടു എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടല്ലേ. അതാണ് ശേഷം 1:25. മത്തായി ഒക്കെ മാതാവിന്റെ കണ്ടംപററീസ്, അവരെ കാലത്ത് ജീവിച്ചിരുന്നവരാ. ലൂക്ക, മറിയം, മത്തായി. അപ്പൊ ഈശോയുടെ പുനരുത്ഥാനത്തിന് ശേഷമാണ് സുവിശേഷങ്ങളൊക്കെ എഴുതപ്പെട്ടത്. ആണല്ലേ? ലൂക്കയുടെ സുവിശേഷം നിങ്ങൾ വായിച്ചു നോക്കുക. യേശുവിന്റെയും ഔസേപ്പുണ്യാളിന്റെയും ഒക്കെ ബാല്യകാലങ്ങളിലെ കാര്യങ്ങളെല്ലാം ഇവര് മാതാവിനോട് ചോദിച്ചറിഞ്ഞിട്ടാണ്. അതിലെ ലൂക്കയുടെ സുവിശേഷത്തിൽ ആദ്യം ലൂക്ക എഴുതിയേക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായി അന്വേഷിച്ച് കൃത്യമായും ഓർഡർ അനുസരിച്ച് ഞാൻ ഞാൻ എഴുതുന്നത് എന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ ഒന്ന് വായിക്കും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഇതേക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പോ മാതാവിന്റെ പ്രസവ സമയമായി, മനസ്സിലുണ്ടോ? ഇപ്പൊ പ്രസവ സമയം ആയി കഴിഞ്ഞാല് എവിടെ നമുക്കറിയാലോ, എവിടെയാണ് മാതാവ് പ്രസവിച്ചത്? എവിടെയെന്ന് അറിയാലോ? വാതിൽ പോലും ഇല്ലാത്ത ഒരു ഗുഹയില് ആട്ടിൻകുട്ടികൾ, കുഞ്ഞു ആട്ടിൻകുട്ടികൾക്ക് പുല്ല് ഇട്ട് കൊടുക്കുന്ന മേഞ്ചർ പുൽത്തൊട്ടിയാണ്. നമ്മൾ ഈ കാലിത്തൊഴുത്ത് എന്ന് പറഞ്ഞ കാലിത്തൊഴുത്തില് എന്നല്ല അവിടെ കറക്റ്റായിട്ടുള്ളത്. ഈ കുഞ്ഞു ആടുകൾക്ക് പൊക്കം കുറഞ്ഞ പുൽത്തൊട്ടി ഉണ്ടല്ലോ, കുഞ്ഞാടുകൾക്ക്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആട് പ്രസവിച്ച് കുഞ്ഞിതലായിരിക്കുക, അതിന് തിരിഞ്ഞ് എന്തോരം അയച്ചു വേണോ പുൽത്തൊട്ടിക്ക്? കാലിത്തൊഴുത്ത് പോലെ ഇത്ര അയച്ചിട്ടുണ്ടായോ? പറ്റില്ല. അപ്പൊ ആ പുൽത്തൊട്ടിയിലാണ് ഈശോ ജനിച്ചത്, അല്ലെ? അപ്പൊ പ്രസവിക്കാൻ സമയമായ കാരണം അതിന്റെ ചരിത്രം ഇങ്ങനെയാണ് പറയുക. ഈ ആട്ടിടയന്മാരുടെ ആടുകളുടെ ഉടമസ്ഥന്മാരെ ആട്ടിടയന്മാർക്ക് ഈ ഗുഹകൾ ഏൽപ്പിക്കും. അവരുടെ ആടുകളെ രാത്രി അതിനുള്ളിൽ കയറ്റി വാതിലടച്ച് 7 മാടങ്ങളിൽ അവർ കാവലിരിക്കും, പന്നികളും ശല്യമൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി. അപ്പൊ അവർ വെറുതെ അവിടെ ഇരിക്കും, പന്നി വരാണെങ്കിൽ പടക്കം പൊടിച്ച് ഓടിക്കും. ഞാൻ ആസാമിൽ പോയിട്ട് സുവിശേഷം പറഞ്ഞപ്പോ 7 മാടങ്ങളിലാണ് കിടന്നത്. അവിടെ മുഴുവൻ ആന ശല്യാണ്. അപ്പൊ അവിടുത്തെ കൊച്ചു പിള്ളേർ, ഇവരൊക്കെയുള്ള കൊച്ചു പിള്ളേർ പോലും ഇങ്ങനെ പോലും ഇത് വെച്ചിട്ടുണ്ട്, അതിന് തുണി വെച്ചിട്ടുണ്ടോ, അത് കത്തിച്ച് ആനനെ ഓടിക്കും. ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു നമ്മളൊക്കെ പേടിച്ചു ഓടും. ഈ കൊച്ചു അവിടെ നിന്നില്ല, തീ കത്തിച്ചിട്ട് എന്ത് ചെയ്യും? ഈ ആനനെ പേടിച്ചു ഓടിപ്പിക്കും. നമ്മൾ കലക്കൂല, പക്ഷെ അവരോട് ജീവിക്കുന്നവർ അങ്ങനെ ചെയ്യും. എന്ന പോലെ ഈ ഗുഹയ്ക്ക് വാതിലില്ലായിരുന്നു, അതുകൊണ്ട് ആ ഗുഹ ഒഴിവായി കിടന്നിരുന്നു. ആ ഗുഹയാണ് ആർക്ക് കിട്ടിയത്? മാതാവിന് കിട്ടിയത്. മനസ്സിലാവുണ്ടോ? നമ്മളാണ് ഈ പറയില്ലേ, കെട്ടിയോനെ താൻ കെട്ടിയപ്പോളെ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ ഒരു വാതിലുള്ള ഒരു മുറിയെങ്കിലും സങ്കല്പിക്കാൻ പറ്റില്ല. ചോദിക്കില്ലേ? ചോദിക്കാത്ത വല്ല പെണ്ണുങ്ങളോടില്ലോ? നിങ്ങൾ എന്ത് മനുഷ്യനാണ്? ഒരു സ്ത്രീക്ക് പ്രസവിക്കാനായിട്ട് ഒരു വാതിലുള്ള, മനുഷ്യന്റെ നാണം മറയ്ക്കാനായിട്ട് ഒരു വാതിലുള്ള ഒരു മുറിയെങ്കിലും സംഘടിപ്പിക്കാണ്ട് താനൊക്കെ എന്ത് മനുഷ്യനെന്ന് ചോദിക്കില്ലേ? മാതാവ് ഒരു അക്ഷരം കിട്ടിയതായിട്ട് ചരിത്രം പറയുന്നില്ല. നമുക്ക് എല്ലാത്തിനും കംപ്ലൈന്റാ. ദൈവം അനുവദിച്ച് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറല്ല. മാതാവ് കണ്ടോ എല്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് ഈശോനെ കിട്ടിയത്. ഉയർത്തി എല്ലാവരും സ്വീകരിച്ച് മരുമക്കളിൽ നിന്ന് കിട്ടിയതായാലും കൊള്ളാം. അങ്ങനെ തന്നെയല്ലേ എഴുതുന്നത്. അതുവരെ ആ യേശുവിനെ പ്രസവിക്കുന്നത് വരെ ആവശ്യപ്പെട്ട ആളുകൾ കൃത്യമായിട്ട് മറിയം ആരാണ്, ദൈവപുത്രിയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവളാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നില്ല എന്ന് കടമ എഴുതിയേക്കണേ. അപ്പോഴാണ് മനസ്സിലായത് ഇവള് സാധാരണ ഒരു മനുഷ്യ സ്ത്രീ അല്ല എന്നുള്ളത്. എപ്പോഴാണ് മനസ്സിലായേ? യേശുവിനെ പ്രസവിച്ചപ്പോഴല്ലേ മനസ്സിലായുള്ളൂ. എനിക്ക് മനസ്സിലായില്ലെന്ന്. അതുകൊണ്ട് തന്നെയാണ് മത്തായി അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ഔസേപ്പുണ്യാളുടെ മുഖത്തുള്ള അമ്പരപ്പും അതിശയോക്തിയും ഒക്കെ കണ്ടുകൊണ്ട് മാതാവ് അവിടെ കിടന്ന് ചിരിക്കണ്ടോ? എന്നിട്ട് ഇപ്പോഴാണ് ഔസേപ്പുണ്യാളിന് മനസ്സിലാവുള്ളൂ. അത് വല്ല പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ട് പിന്നെ മത്തായി അങ്ങനെ അല്ലാണ്ട് പിന്നെ എങ്ങനെ എഴുതണ്ടേ? അപ്പൊ ഒരു കാര്യം വസ്തുനിഷ്ഠമായി പഠിക്കാതെ എന്തെങ്കിലും പറയുന്ന ആൾക്കാരുടെ പിന്നാലെ 41% ആൾക്കാര് കത്തോലിക്ക സഭ വിട്ടു പോയിട്ടുണ്ട്. തോട്ടിൽ കൂടുതൽ വെള്ളത്തിൽ മുങ്ങി. ഒരു കാര്യം വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിച്ചാൽ കണ്ടെത്താവുന്നതുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ആ മാസക്കുഞ്ഞാളൻ അത് കഴിഞ്ഞപ്പോ മറിയത്തിന്റെ കൂടെ കടന്നു. ആ മറിയത്തിന് വേറെ മക്കളുണ്ട്, യൂദാ, തദ്ദേവൂസ്, യാക്കോബ്, അങ്ങനെ മക്കളൊക്കെ ഉണ്ട്. അത് മാസക്കുഞ്ഞാളന്റെ ചേട്ടന്റെ മക്കളാ. ബൈബിൾ മര്യാദയ്ക്ക് വായിച്ചാൽ മനസ്സിലാവും. നമുക്കിതിനുള്ള നേരമുണ്ടോ? അത് ശരിയാണ്, ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. യേശുവിന്റെ സഹോദരങ്ങളും സഹോദരിമാരും നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അത് മനസ്സിലാവുണ്ടോ? എന്തെങ്കിലുമൊക്കെ വായിക്കാം. അവർക്ക് ആവശ്യമുള്ളത് മാത്രം പഠിച്ചു വരും. നമുക്കാണ് ഇത് പഠിക്കാനുള്ള നേരമില്ല. നമുക്ക് ആകപ്പാടെ നേരം എന്താണ്? ഞാൻ അങ്കമാലിക്കാരെ പോലെ പന്നി കൊല്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. പന്നിയെ വളർത്തുക, പന്നിയെ കൊല്ലുക, മൂക്കറ്റം വരച്ചിരുക. ഹല്ലേലൂയ. ഇതിനെ നമുക്ക് നേരമുള്ളൂ. പന്നി തിന്നെങ്ങനെ ഇരിക്കും? അധമവികാരങ്ങൾ ഉണരും, ആകപ്പാടെ അശുദ്ധി, ആസക്തി, ഇത് തന്നെ ചിന്ത. വേറെ ഒരു ചിന്തയില്ല. അമ്മേനെ നോക്കിയാലും മോളെ നോക്കിയാലും മരുമോളെ നോക്കിയാലും ഇത് തന്നെ ചിന്ത. ഈ സാധനം തിന്നാലുള്ള ഗുണം അതാണ്. എന്താ ഗുണം? ശരീരത്തിലുള്ള അധമവികാരങ്ങൾ ഉണർന്ന്
അങ്ങോട്ടും ഇങ്ങോട്ടും വായു വെള്ളമിപ്പിച്ച് 75-ാമത്തെ വയസ്സായാലും വായു വെള്ളമിപ്പിച്ചിരിക്കും. ഇത് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് ഒരു കാര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിങ്ങൾ വെറുതെ കേൾക്കണ്ട, വെറുതെ കേട്ടാ. അപ്പൊ ഈ മാതാവ് കൂടെ കടന്നു കുറെ മക്കളുണ്ടായി. ഇങ്ങനെ മാതാവിനെതിരായിട്ട് ഇങ്ങനെ, അതാണ് ഈ വെളിപാട് 12:15 പറയുന്നത്. സർപ്പം ജലം നദി പോലെ അവളുടെ പിന്നാലെ അവളെ ഒഴുക്കി കളയാം. അതായത് ക്രിസ്ത്യാനികൾ മാതാവിനെ ഉപേക്ഷിക്കാൻ വേണ്ടി കോടാനുകോടി ലക്ഷക്കണക്കിന് കോടി രൂപകൾ ഇതിനുവേണ്ടി അവർ ചെലവാക്കിയിട്ടുള്ളത് ഓൾറെഡി. മാതാവിനെതിരെ ഓരോ വീട്ടിൽ കയറിയിട്ട്, ഒരു കത്തോലിക്കന്റെ വീട്ടിൽ കയറിയിട്ട് അവർ മെയിൻ പറയാൻ, നിങ്ങൾ മാതാവിനെ ആരാധിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ നരകത്തിൽ പോകും, വേഗം ഇറങ്ങി വാ, തൊട്ടിൽ പോയി മുങ്ങാം. ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്, നിങ്ങൾക്ക് വേറെ ആളുകൾക്ക് ആരാധിക്കാൻ പാടില്ല, നിങ്ങൾ മാതാവിനെ ആരാധിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ നരകത്തിലാ പോകുള്ളൂ. ഈ കത്തോലിക്കനെ രക്ഷിക്കാനാണ് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ളത്. കത്തോലിക്കനെ ഇങ്ങനെ രക്ഷിച്ചിരുന്നു. അതേസമയം ഈ കത്തോലിക്കന്റെ വീടിന് ചുറ്റും 10 ഹിന്ദുക്കളുണ്ട്, അവരുടെ വീട്ടിലൊന്നും കയറുന്നുണ്ടാണ്. കാരണം കത്തോലിക്കനെ ഇങ്ങനെ ജപമാലയൊക്കെ ചൊല്ലി കുമ്പസാരിച്ച് കുർബാനെ കൊണ്ട് ഇങ്ങനെ വചനം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഹൃദയം റെഡിയാണ്. അവിടെ ചെന്ന് 2 വചനങ്ങൾ കിട്ടും. പോയി തോട്ടി, ആദ്യം തോടായിരുന്നു വീട്ടിൽ, അതിന് മുങ്ങി ഒറിജിനൽ മാമോദീസയുടെ അതിന്റെ അടയാളമൊക്കെ മാറ്റി കളഞ്ഞ് ഇങ്ങനെ അടിച്ചു പൊളിച്ചവരും ജീവിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. അതേക്കുറിച്ച് കൂടുതൽ ഞാൻ പറയാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാല് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതിന് കുറെ പേര്, അതായത് ഇതുവരെയുള്ള കണക്കനുസരിച്ച് 43% പെന്റകോസ്റ്റൽസ് കത്തോലിക്കരിൽ നിന്ന് പോയിട്ടുള്ളതാണ്. 43%. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പൊ അത് ഈ 12-15 കറക്റ്റ് ആയില്ലേ, അപ്ലിക്കബിൾ ആയില്ലേ? മാതാവിനെ ദൂഷണം പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയില്ലേ? പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ വലിയ മാന്യന്മാരായിട്ട് കത്തോലിക്ക സഭയുടെ ഉള്ളിൽ ഇരിക്കണമെങ്കിലും കത്തോലിക്ക സഭയിലുള്ള സ്ത്രീകൾ പോലും വിശ്വസിക്കുന്നില്ല മാതാവിന് ശരീരബന്ധമില്ലാണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റണി എന്ന് ചിന്തിക്കുന്നവരാണ് നല്ല മാതാ സ്ത്രീകൾ. അത് നിങ്ങൾ അനുഗമിച്ച് അങ്ങനെ നിങ്ങൾ മാതാവിനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കുമ്പസാരിക്കണം. വിശുദ്ധി എന്ന പുണ്യം കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മാതാവിന് ആവശ്യപ്പെട്ടാണ്ട് കിടക്കാണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റാ? നിങ്ങൾക്ക് പറ്റില്ലായിരിക്കും. മനസ്സിലായോ? കുറെ ആൾക്കാർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഉള്ളവരൊക്കെ പരിശുദ്ധരും പുറത്തുള്ളവരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് സ്ത്രീകൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണിത്. പറഞ്ഞു മനസ്സിലാവുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? അപ്പൊ അങ്ങനെ അതൊരു ചിന്തിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ മിണ്ടാണ്ടിരിക്കും. അങ്ങനെ ഉള്ളിൽ എങ്ങനെയാണ് നീകരിക്കാൻ പറ്റണേ? നമ്മളെപ്പോലെ ഒരു ആസക്തി മറിയത്തിലില്ല. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുണ്ടോ? അതില് അത്യന്ത വ്യക്തിയുള്ള മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പറയണേ. ജ്ഞാതത്തിന് മകൻ വരാത്ത മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്നുള്ളത് വെറുതെ ബോധപൂർവമാണോ ചെല്ലുന്നേ? ആർക്കറിയാം. കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. നിങ്ങൾ ലോകത്തിന്റെ വിജ്ഞാനം വെച്ച് മറിയത്തെ നിങ്ങൾ തുറന്നു ചെയ്യാനായിട്ട് നോക്കാം. നമ്മളെ വിശദീകരിച്ച് യേശുവിന്റെ ശരീരങ്ങളിലൂടെ വിശദീകരിച്ച് നമ്മളെ ആ അവസ്ഥയിലേക്ക് തിരിച്ച് ഇടന്തോട്ടത്തില് കൂട്ടി, പിന്നെ ഇടന്തോട്ടത്തിൽ പുറത്ത് നടന്നല്ലോ, തിരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കയറ്റും. അത് ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവം തോറ്റുപോയില്ലേ? സാത്താൻ ജയിച്ചില്ലേ? അല്ലേ? ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ചായയിൽ സാഹചര്യത്തിൽ മക്കളെ ജനിപ്പിക്കുന്നുള്ളൂ. ആണോ അമ്മായി സഹകരിക്കാൻ പറ്റിയില്ല, സഹകരിച്ചില്ല എന്ന് വിചാരിച്ച് ദൈവത്തിന്റെ പദ്ധതി ദൈവം എന്ത് ചെയ്തിട്ടില്ല? ക്യാൻസൽ ചെയ്തിട്ടില്ല. അതിനുള്ള സഹനം സഹിക്കുന്നത് ആരാ? നമ്മൾ തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ ഈ സഹനങ്ങളൊക്കെ നമ്മൾ വിശദീകരിക്കാൻ വേണ്ടി നമ്മളുടെ എല്ലാ അശുദ്ധിയും ആസക്തി ഇല്ലാണ്ടാവണം. അതിന് നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്ന എല്ലാ കാര്യങ്ങളും, ഈ ഭക്ഷണ ക്രമീകരണം തുടങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്താലാണ് നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുള്ള ഈ അശുദ്ധി ആസക്തി
കുദാശകളിലൂടെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുകയുള്ളൂ. യേശുവിന്റെ ശരീരരക്തങ്ങൾ അതിനാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഇന്ന് അനുസരിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ആദ്യത്തെ ഭാഗം നമ്മൾ കേട്ടു. അങ്ങനെ കുറെ പേര് മാതാവിനെ ഉപേക്ഷിച്ച് പോയി. മാതാവിനെ ഉപേക്ഷിച്ച് പോയവർക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് പറയാൻ പറ്റും? ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ കുർബാന, ഈശോയുടെ ശരീരവും രക്തവും അവർക്ക് നഷ്ടപ്പെട്ടു. മാതാവിനെ ഉപേക്ഷിച്ചവരുടെ ഏറ്റവും വലിയ നഷ്ടത. ഈശോ പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയുള്ള ജീവനുള്ളപ്പോൾ ഞാനാകുന്നു. ഈ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ തരുന്നത് എന്റെ ശരീരമാകും, എന്റെ മാംസമാകുന്നത്. എന്റെ ശരീരം ഭക്ഷിക്കുന്നവന്, രക്തം പാനം ചെയ്യുന്നവന് ഞാൻ എന്ത് ചെയ്യും? അവന് നിത്യജീവൻ കൊടുക്കും. അവനെ ഞാൻ അവസാനം പുനരുത്ഥാനം ചെയ്യും. അല്ലാതെ ബ്രെഡും വൈനും കുടിച്ചാൽ അവർക്ക് നിത്യജീവൻ കിട്ടും എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചതാ കേട്ടോ. ഞാൻ പറഞ്ഞു കേട്ടോ. ബ്രെഡും വൈനും വയറ് നിറച്ച് തിന്നാൽ നിത്യജീവൻ കിട്ടുമെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നോ? കൃത്യമായിട്ട് ഈശോ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിന്റെ ജീവൻ നൽകുന്നത് എന്റെ അതിനുവേണ്ടി ഞാൻ നൽകുന്നത് എന്റെ മാംസമാണ്. 6:51, 53, 54 കൃത്യമായിട്ട് ഈശോ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഒരു കാര്യം ഒരു ആദ്യത്തെ ഭാഗം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താണ്? അതായത് മാതാവിനെതിരെ ദൂഷണം പറഞ്ഞ് കുറെ പേര് മാതാവിനെ ഉപേക്ഷിച്ചു പോയി. മാതാവിനെ ഉപേക്ഷിച്ചതോടുകൂടി നിത്യജീവനിൽ നിന്നും അവർ വേർതിരിക്കപ്പെട്ടു. പറഞ്ഞു മനസ്സിലാവണ്ട? അപ്പൊ മാതാവിനെ ഉപേക്ഷിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കെണി മനസ്സിലായോ? പ്രധാനപ്പെട്ട കെണി മനസ്സിലായോ? ഈ കെണിയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണ്. നമ്മൾ ശ്രദ്ധിക്കണം.